ഓർ സെലേറിയോ, ഇതിൽ ഏതെടുക്കുന്നു വണ്ടർ അടിച്ചിരിക്കുകയാണോ? ദിസ് ഇസ് ഫോർ യു. ആദ്യം തന്നെ നമുക്ക് ഡിസൈനിലേക്ക് വരാം. നമ്മുടെ ഇഗ്നിസിന്റെ ഡിസൈൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലൊരു പ്രീമിയം ലുക്ക് വരുന്ന ഒരു ഡിസൈൻ തന്നെയാണ് വരുന്നത്. ഒരു എന്താ പറയുക, ഒരു മിനി SUV ലുക്ക് എന്നൊക്കെ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. അങ്ങനത്തെ ഒരു ലുക്കാണ് നമ്മുടെ ഇഗ്നിസിന്റെ വരുന്നത്. പക്ഷെ പലർക്കും ഈ ഡിസൈൻ അത്രത്തോളം ഇഷ്ടമായിട്ടില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷെ പേഴ്സണലി എനിക്ക് വളരെ ഇഷ്ടമായിട്ടുള്ള ഒരു ഡിസൈനാണ് ഇഗ്നിസിന്റെ എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ നമ്മുടെ സെലേറിയിലേക്ക് വരാന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്തൊരു ഡിസൈൻ തന്നെയാണ്. പക്ഷേ അത്രത്തോളം ഒരു പ്രീമിയം ലുക്കും കാര്യങ്ങളും നമുക്ക് ഫീൽ ചെയ്യില്ല. വളരെ ക്യൂട്ടായിട്ടുള്ള ഒരു ഡിസൈൻ തന്നെയാണ്. അതാണ് ഡിസൈൻ വൈസിലേക്ക് വരുന്ന സമയത്ത്. ഇനിയിപ്പോൾ നമ്മുടെ ഇന്റീരിയറിലേക്ക് വരാന്നുണ്ടെങ്കിൽ നമ്മുടെ ഇന്റീരിയർ സ്പേസും കാര്യങ്ങളൊക്കെ സെയിം ആണ്. കാരണം വെച്ചാൽ സെയിം പ്ലാറ്റ്ഫോമിലുള്ള അല്ലെങ്കിൽ സെയിം വീൽ ബേസ് ഉള്ള രണ്ട് വാഹനങ്ങളാണ് സെയിമും. ഇനിയിപ്പം ഇന്റീരിയറിലുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇഗ്നിസ് ഒന്നുകൂടി ഫീച്ചറിസ്റ്റിക് ആണ്, അല്ലെങ്കിൽ ഒന്നുകൂടി പ്രീമിയം ലുക്ക് തോന്നിക്കുന്ന ഒരു ഇന്റീരിയർ ആണ് നമ്മുടെ ഇഗ്നിസിന് വരുന്നത്. അത്രത്തോളം ഇല്ലാത്തൊരു വണ്ടിയാണ് നമ്മുടെ സെലേറിയോ എന്ന് പറയുന്നത്. എന്നാലും അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ രണ്ടിനും വരുന്നുണ്ട്. ഇനിയുള്ള ഒരു മേജർ ഡിഫറൻസ് എന്ന് പറയുന്നത് ഇതിന്റെ എഞ്ചിൻ വൈസ് ആണ്. നമ്മുടെ സെലേറിയോയിലേക്ക് വരുന്ന സമയത്ത് ഒരു 1 ലിറ്റർ 3 സിലിണ്ടർ പെട്രോൾ ഓപ്ഷൻ ആണ് വരുന്നത്. അതിന്റെ ഒരു ഫീഡ്ബാക്ക് പറയാന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ഫ്യൂവൽ എഫിഷ്യന്റ് ആയിട്ടുള്ള മാരുതി ലൈനപ്പിലുള്ള ഒരു വാഹനം അല്ലെങ്കിൽ ഒരു എഞ്ചിൻ ആണ് അതെന്ന് പറയുന്നത്. ഏകദേശം 26 ആണ് കമ്പനി ക്ലെയിം ചെയ്യുന്ന നമ്മുടെ സെലേറിയോന്റെ ഫ്യൂൽ എഫിഷ്യൻസി എന്ന് പറയുന്നത്. ഏകദേശം കുഴപ്പമില്ലാതെ ഒരു 20 ഒക്കെ ആവറേജ് മൈലേജ് നമുക്ക് ഈ സെലേറിയോക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഇനിയിപ്പോൾ ഇഗ്നിസിന്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ വരുന്നത് ഒരു 1.2 ലിറ്റർ 4 സിലിണ്ടർ പെട്രോൾ ഓപ്ഷൻ ആണ്. അത്യാവശ്യം സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു എഞ്ചിനാണ്. നമ്മുടെ സ്വിഫ്റ്റിൽ, പഴയ സ്വിഫ്റ്റിലും അതുപോലെ തന്നെ നമ്മുടെ ബലീനോ ഫ്രോൺസ് എല്ലാറ്റിലും വരുന്ന എഞ്ചിൻ തന്നെയാണ്. അത്യാവശ്യം കേപ്പബിൾ ആയിട്ടുള്ള എഞ്ചിനാണ്. പ്രത്യേകിച്ച് ഇഗ്നിസിൽ നല്ലൊരു പവർ ടു വെയിറ്റ് റേഷ്യോ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി ക്യുക്കറായിട്ടും കുറച്ചുകൂടി ഫാസ്റ്റർ ആയിട്ടും നമുക്ക് ഫീൽ ചെയ്യും. ഇനിയിപ്പോൾ ഫ്യൂൽ എഫിഷ്യൻസിയുടെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 20 to 23 ആയിക്കാണ് അതായത് മൈലേജ് കമ്പനി ക്ലെയിം ചെയ്യുന്നത്. പക്ഷേ പ്രാക്ടിക്കലി ഒരു 17 ഒക്കെ ആവറേജ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അത്യാവശ്യം ഫ്യൂൽ എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു എഞ്ചിൻ തന്നെയാണ് ഈ 1.2 ലിറ്റർ എഞ്ചിനും. ഇപ്പോൾ പ്രൈസിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ സെലേറിയോനേക്കാൾ ഏകദേശം ഒരു 50,000 ഉള്ളിലുള്ള വ്യത്യാസമാണ് നമ്മുടെ ഇഗ്നിസിന് വരിക. അത്രയും വ്യത്യാസങ്ങൾ ചില മോഡലിനും വരുന്നില്ല. അപ്പം എന്തുകൊണ്ടും വാല്യൂ ഫോർ മണി ഏതാണെന്ന് ചോദിച്ചാൽ അത് ഇഗ്നിസ് തന്നെയാണ്. കാരണം എന്താ വെച്ചാൽ കുറച്ചുകൂടി സുപ്പീരിയർ ആയിട്ടുള്ള ഒരു 1.2 ലിറ്റർ എഞ്ചിൻ കിട്ടും. മാത്രമല്ല 4 സിലിണ്ടർ എഞ്ചിനാണ് വരുന്നത്. മാത്രമല്ല കമ്പാരിറ്റീവ്ലി അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫ്യൂൽ എഫിഷ്യൻസിയും കാര്യങ്ങളൊക്കെ നമ്മുടെ 1.2 ലിറ്റർ ഇഗ്നിസിൽ വരുന്ന പെട്രോൾ ഓപ്ഷനും തരുന്നുണ്ട്. ഇനിയിപ്പം എന്താ പറയുക, നമുക്ക് ലുക്കിന്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിലും കുറച്ചും കൂടി പേഴ്സണലി എനിക്ക് ഇഷ്ടമായിട്ടുള്ള ലുക്ക് എന്ന് പറയുന്നത് ഇഗ്നിസിന്റെ ലുക്ക് തന്നെയാണ്. അപ്പോൾ കുറച്ചുകൂടി വാല്യൂ ഫോർ മണി ആയിട്ട് തോന്നുന്നത് നമ്മുടെ ഇഗ്നിസ് ആണ്. ഇനിയിപ്പം നമ്മുടെ സെലേറിയോന്റെ ഒരു പോസിറ്റീവ് സൈഡ് എന്തെന്ന് വെച്ചാൽ കുറച്ചും കൂടി മൈലേജ് ഉള്ള ഒരു വാഹനം നിങ്ങൾക്ക് കിട്ടും. കാരണം വെച്ചാൽ മാരുതി ലൈനപ്പിലെ ഏറ്റവും ഫ്യൂൽ എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു വാഹനമാണ് നമ്മുടെ സെലേറിയോ എന്ന് പറയുന്നത്. മാത്രമല്ല ഏകദേശം ഒരു 50,000 അടുത്ത് ഇഗ്നിസിനേക്കായി കുറവുണ്ട്. മാത്രമല്ല ബൂട്ട് സ്പേസ് കമ്പാരിറ്റീവ്ലി നമ്മുടെ ഇഗ്നിസിനേക്കായി കൂടുതലാണ് നമ്മുടെ സെലേറിയോയ്ക്ക് എന്ന് പറയുന്നത്. അപ്പം ഇത് കൺസിഡർ ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഫേവറേറ്റ് വാഹനം ഏതാണെന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തോളൂ.